സന്ദീപ് വാര്യർ പ്രവർത്തകർ ആവേശഭരിതരാണ്. സന്ദീപ് വാര്യർ ഏതുവരെ പോകുമെന്ന് നോക്കാം. സന്ദീപ് വാര്യർ ചീള് കേസാണ്. സന്ദീപ് വാര്യർ ഒന്നുമല്ലാത്തവനാണ്. ഒരു സന്ദീപ് പോയാൽ 100 സന്ദീപ് വരും. ഇതൊക്കെയാണല്ലോ പറഞ്ഞിരുന്നത്. എനിക്ക് പാലക്കാട്ടെ ജനങ്ങൾ, ആ ജനങ്ങളിൽ എനിക്ക് വിശ്വാസമുണ്ട്. അവർ തന്ന സ്നേഹത്തിന് ഒരുപാട് നന്ദിയുണ്ട്. ഇവിടെ ബഹുമാനായിട്ട് KPCC പ്രസിഡന്റ്, ബഹുമാനായിട്ടുള്ള പ്രതിപക്ഷ നേതാവ്, പ്രിയപ്പെട്ട ഷാഫി പറമ്പിൽ, പ്രിയപ്പെട്ട ശ്രീകണ്ഠേട്ടൻ, പ്രിയപ്പെട്ട തങ്കപ്പേട്ടൻ, ഇവരുടെ എല്ലാവരുടെയും നടത്തിയിട്ടുള്ള ഉജ്ജ്വലമായ തെരഞ്ഞെടുപ്പ് പ്രവർത്തനമുണ്ട്. ഒരു കാര്യം നിസ്സംശയം പറയാം, പാലക്കാട് മുനിസിപ്പാലിറ്റിയിൽ BJP-യുടെ അടിവേര് UDF മാന്തിയിരിക്കുക. കേന്ദ്രങ്ങളിലെ വോട്ട് കുറഞ്ഞിരിക്കുക. ഞാൻ പറഞ്ഞല്ലോ സന്ദീപ് വാര്യർ ഒന്നുമല്ലാത്തവനാണ്. സന്ദീപ് വാര്യർ ചീള് കേസാണ്. ഒരു സന്ദീപ് പോയാൽ 100 സന്ദീപ് വരും. മനസ്സിലായല്ലോ? ഇത് മുഴുവൻ ഞാൻ ആദ്യത്തെ പത്രസമ്മേളനത്തിൽ പറഞ്ഞൊരു കാര്യമുണ്ട്. ഇവര് വഞ്ചിച്ചിരിക്കുന്നത് ബലിദാനികളെയാണ്. ഇതിന്റെ ഉത്തരവാദിത്തം, ഈ പരാജയത്തിന്റെ ഉത്തരവാദിത്തം സുരേന്ദ്രനാണ്. സുരേന്ദ്രൻ രാജിവെക്കാതെ, സുരേന്ദ്രൻ പുറത്തു പോകാതെ BJP എന്ന രാഷ്ട്രീയ പ്രസ്ഥാനം കേരളത്തിൽ രക്ഷപ്പെടാൻ പോകുന്നില്ല. പക്ഷെ ഞാൻ ആഗ്രഹിക്കുന്നത് അയാളെ രാജിവെക്കേണ്ടെന്നാണ്. എന്താ സംശയം? പാൽ സൊസൈറ്റിയിൽ ഇലക്ഷൻ നടന്ന കൃഷ്ണകുമാർ, പഞ്ചായത്തിൽ ഇലക്ഷൻ നടന്ന കൃഷ്ണകുമാർ, മുനിസിപ്പാലിറ്റി ഇലക്ഷൻ നടന്ന കൃഷ്ണകുമാർ, പാർലമെന്റ് ഇലക്ഷൻ നടന്ന കൃഷ്ണകുമാർ, നിയമസഭ ഇലക്ഷൻ നടന്ന കൃഷ്ണകുമാറും ഭാര്യയും മാത്രമാണ് പാലക്കാട്ടെ BJP എന്ന് എഴുതി കൊടുത്ത ഈ BJP-യുടെ നേതൃത്വം തന്നെയാണ് ഈ പരാജയത്തിന്റെ ഉത്തരവാദികൾ. സുരേന്ദ്രനെയും അദ്ദേഹത്തിന്റെ സംഘാംഗങ്ങളെയും മാരാർജി വന്ന് അടിച്ച് പുറത്താക്കി ചാണകവെള്ളം തെളിച്ച് ശുദ്ധീകരിക്കാതെ ആ പാർട്ടി കേരളത്തിൽ രക്ഷപ്പെടാൻ പോകുന്നു. ഞാൻ ഒരിക്കലും പറയില്ല. UDF-ന്റെ പ്രവർത്തകരുടെ അധ്വാനത്തിന്റെ ഫലമാണ്. അടുത്ത മുനിസിപ്പൽ തെരഞ്ഞെടുപ്പോടുകൂടി പാലക്കാട്ടെ മുനിസിപ്പാലിറ്റിയുടെ ഭരണം കൂടി അതിന് നഷ്ടപ്പെടാൻ പോകും. ഞാൻ സാധാരണക്കാരനായ ഒരു മനുഷ്യനാണ്. സാധാരണ പ്രവർത്തകർക്കൊപ്പം പ്രവർത്തിക്കുന്ന ഒരു പ്രാദേശിക നേതാവ് മാത്രമാണ് ഞാൻ. സുരേന്ദ്രൻ ബഹിരാകാശത്തുള്ള നേതാവാണ്. ഒരു പ്രതികാരവുമില്ല. ഞാൻ വളരെ നിസ്വാർത്ഥ പൊതുപ്രവർത്തകനാണ്. സുരേന്ദ്രനെ മാരാർജി ഭവനിൽ നിന്ന് അടിച്ചു പുറത്താക്കി ചാണകവെള്ളം തളിക്കണമെന്ന ഒരു പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ് ഇന്നിപ്പോ സന്ദീപിന്റെയും കൂടി ദിവസമാണ്. മധുര പ്രതികാരത്തിന്റെ ദിവസമാണ്. പറഞ്ഞവരെ കൊണ്ട് തിരുത്തി പറയിക്കാനുള്ള ഒരു പുള്ള് കൊടുത്തിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത്. സന്ദീപിന്റെ വരവ് ഗുണം ചെയ്യില്ലേ, പരാജയം ഉണ്ടാക്കുമോ എന്നൊക്കെയുള്ള ഭീതി ചില UDF നേതാക്കളെങ്കിലും അവസാന നിമിഷം പങ്കുവച്ചിരുന്നു. പക്ഷേ അങ്ങനെ ഒന്നുമല്ല ഉണ്ടായത്. പാലക്കാട് മുനിസിപ്പൽ ഏരിയയിലെ BJP-യുടെ ശക്തി കേന്ദ്രങ്ങളിൽ കോൺഗ്രസിന്റെ മുൻതൂക്കം ഉണ്ടാക്കാൻ കഴിഞ്ഞിരിക്കുന്നു. ആരവം കേൾക്കൂ. UDF-ന്റെ ഏതെങ്കിലും നേതാക്കൾ നേരത്തെ സംസാരിച്ചപ്പോൾ ഈ ആരവം കേട്ടോ? കൂടെ നിന്നിരുന്ന UDF പ്രവർത്തകർ ആകെ ആരവത്തോടു കൂടിയാണ് സന്ദീപിന്റെ ഓരോ വാക്കിനെയും നെഞ്ചേറ്റുന്നത് എന്നുള്ളതാണ്. സന്ദീപ് വരെ UDF സ്വീകരിച്ചിരിക്കുന്നു. എന്തായാലും ഇത് BJP മറക്കാൻ ആഗ്രഹിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പായിരിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. എല്ലാവരും പ്രതീക്ഷിച്ചത് BJP-യുടെ ശക്തി കേന്ദ്രങ്ങളിൽ മുന്നേറും, കോൺഗ്രസിന്റെ ശക്തി കേന്ദ്രങ്ങളിലൂടെ അത് തിരിച്ചുപിടിക്കുമെന്നുള്ളതായിരുന്നു. എന്നാൽ BJP-യുടെ സ്വന്തം ശക്തി കേന്ദ്രങ്ങളിൽ അടിതെറ്റിയിരിക്കുന്നു. ആകെ അവർക്ക് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞത് കൽപ്പാത്തിയിലും മൂത്താന്തറയിലും മാത്രമാണ്. അതായത് 1ഉം 5ഉം റൗണ്ടുകളിൽ മാത്രമാണ് BJP പിടിച്ചു നിന്നത്. ബാക്കി എല്ലായിടത്തും അവർ കൂപ്പുകുത്തിയിരിക്കുന്നു. 7ാം റൗണ്ടിൽ അവർ 3ാം സ്ഥാനത്തേക്ക് പോയിരിക്കുന്നു. അങ്ങനെ പാലക്കാട് മുനിസിപ്പാലിറ്റിയിൽ BJP അവരുടെ പരാജയം സംബന്ധിച്ചിരിക്കുകയാണ്. ഇനി പ്രത്യേകിച്ച് ഒരു 1423 രാഹുലിന്റെ മേൽക്കൈ വർദ്ധിക്കുന്നു.